വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റിൽമെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ശരിക്കും മനസ്സിലാക്കി വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളൊക്കെ തീർത്തിട്ടുണ്ടാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗ്രൂപ്പ് വഴി ചോദിക്കാമെന്ന് പല പ്രാവശ്യം പറഞ്ഞതാണ്. ഒരിക്കലും മടി കാണിക്കണ്ട, ശരിക്കും പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് നമ്മൾക്ക് പറയാനുള്ളത് ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ്. നോട്ടൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പോർട്ട് എന്നാൽ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്കുള്ള സഞ്ചാരം. നമ്മൾ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ്. അതായത് അവരുടെ സഞ്ചാരം. അപ്പോൾ അവർ ഒരു ഭാഗത്ത് ജീവിച്ച് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ അത് മറ്റൊരു നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പിന്നീട് അവർക്കൊരാവശ്യം വന്നു. അപ്പോൾ അത് എങ്ങനെ നടത്തണം എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിച്ചു. അങ്ങനെയാണ് അവർ ടയർ കണ്ടെത്തുന്നത്. ആ ടയർ കണ്ടെത്തുന്നത് വഴിയാണ് അവർക്ക് പിന്നീട് കൂടുതലായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതാണ് ട്രാൻസ്പോർട്ട് എന്നുള്ള പാഠത്തിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നോട്ട് വഴി തന്നെ നമുക്ക് ക്ലാസ് എടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാം. അതായിരിക്കും ഒന്നുകൂടി നന്നാവുക. കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ രണ്ടും ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ട് എഴുതിയ നോട്ട്, ട്രാൻസ്പോർട്ട് ഈസ് ദ മീൻസ് ബൈ വിച്ച് പീപ്പിൾ ആൻഡ് ഗുഡ്സ് മൂവ്. ട്രാൻസ്പോർട്ട് ഒരു മാർഗമാണ്. ഈസ് ദ മീൻസ് എന്നാൽ ഒരു മാർഗമാകുന്നു. ബൈ വിച്ച് അതുവഴി പീപ്പിൾ ആൻഡ് ഗുഡ്സ് മൂവ്, ജനങ്ങൾക്കും അതുപോലെ തന്നെ ചരക്കുകൾക്കും സഞ്ചരിക്കാൻ സാധിക്കുന്നു. പീപ്പിൾ ജനങ്ങൾ, ഗുഡ്സ് എന്നാൽ ചരക്കുകൾ, മൂവ് പറഞ്ഞാൽ സഞ്ചരിക്കുക, അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു. അടുത്ത പോയിന്റ്, വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ദ വീൽ, ടയർ കണ്ടെത്തുന്നത് വഴി. ഇൻവെൻഷൻ എന്നാൽ കണ്ടെത്തുക, വീൽ പറഞ്ഞാൽ ടയർ. ടയർ കണ്ടെത്തുന്നത് വഴി ട്രാൻസ്പോർട്ട് ബിക്കെയിം ഈസിയർ, ആ മനുഷ്യൻ്റെ സഞ്ചാരം വളരെ ഈസിയായി മാറി. ഈസിയർ പറഞ്ഞാൽ വളരെ ഈസിയായി മാറി. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ്, ഏർലിയർ ഡോങ്കീസ്, പണ്ട് കാലത്ത് ഡോങ്കീസ് എന്ത് കഴുതകൾ, മ്യൂൾസ്, ബുള്ളോക്സ്, ക്യാമൽസ് വെർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ട്, കാളകൾ, അതുപോലെ തന്നെ ഒട്ടകങ്ങൾ, ചെറിയ കുതിരകൾ, മറ്റേ അങ്ങനത്തെ ഇതിനൊക്കെ ആയിരുന്നു ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. നാലാമത്തെ പോയിന്റ്, ഏർലിയർ ട്രഡേഴ്സ് ടുക്ക് ദ ലാൻഡ് റൂട്ട് ഓർ സീ റൂട്ട് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. നോ ഇറ്റ് ടേക്സ് ഓൺലി 6 to 8 hours ട്രാവൽ ഫ്രം ഇന്ത്യ ടു യൂറോപ്പ്. നോക്കുക. അപ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്ന, ഏർലിയർ എന്ന പണ്ട് കാലത്തുണ്ടായിരുന്ന ട്രഡേഴ്സ്, കച്ചവടക്കാർ, ടുക്ക് ദ ലാൻഡ് റൂട്ട്, അവർ ലാൻഡ് റൂട്ട് പറഞ്ഞാൽ മണ്ണിലൂടെയുള്ള സഞ്ചാരം, അത് അവരെടുത്തു. ഓർ സീ റൂട്ട് അല്ലെങ്കിൽ കടലിലൂടെയുള്ള സഞ്ചാരം അവരെടുത്തു ഫോർ ട്രാൻസ്പോർട്ടേഷൻ, അവരുടെ സഞ്ചാരത്തിന് വേണ്ടി. നോ ഇറ്റ് ടേക്സ്, ഇന്നത്തെ കാലത്ത് അത് എടുക്കുന്നു ഓൺലി 6 to 8 hours, 6 മുതൽ 8 മണിക്കൂർ വരെ മാത്രമേ എടുക്കുകയുള്ളൂ ട്രാവൽ, യാത്ര, ഫ്രം ഇന്ത്യ ടു യൂറോപ്പ്, ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് 6 മുതൽ 8 മണിക്കൂർ വരെ സഞ്ചരിച്ചാൽ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്താൻ കഴിയുന്ന രൂപത്തിൽ മനുഷ്യൻ ഇന്ന് പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ പോയിന്റ്, ദ 4 മേജർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആർ. അപ്പോൾ ട്രാൻസ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട 4 മാർഗങ്ങളാണ് റോഡ് വേസ്, റെയിൽവേസ്, വാട്ടർ വേസ്, എയർവേസ്. 4 എന്താ മനസ്സിലായിട്ടുണ്ടാകും. റോഡ് വേസ് പറഞ്ഞാൽ റോഡ് വഴിയുള്ള സഞ്ചാരം, റെയിൽവേസ് പറഞ്ഞാൽ റെയിൽവേ, നമുക്കറിയാം തീവണ്ടി, വാട്ടർ വേസ് പറഞ്ഞാൽ വെള്ളത്തിലൂടെയുള്ള സഞ്ചാരം, കപ്പൽ, ബോട്ട്, അങ്ങനെ. എയർവേസ് പറഞ്ഞാൽ വായുവിലൂടെയുള്ള സഞ്ചാരം, വിമാനം, എയറോപ്ലെയിൻ, ഹെലികോപ്റ്റർ തുടങ്ങി അങ്ങനെയുള്ള സഞ്ചാരങ്ങൾ. അപ്പോൾ അത് ഈ 4 വേസുമാണ് നമ്മളിനി വിശദീകരിച്ച് പറയുന്നത്. ആദ്യമായിട്ട് പറയുന്നത് റോഡ് വേസ്. റോഡ് വേസ് നോക്കുക. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എസ്പെഷ്യലി ഫോർ ഷോർട്ട് ഡിസ്റ്റൻസസ് ആർ റോഡ്സ്. ദേ ക്യാൻ ബി മെറ്റൽഡ് ഓർ അൺമെറ്റൽഡ്. അപ്പോൾ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ്, സാധാരണ, കോമൺലി എന്ന സാധാരണ യൂസ്ഡ് ഉപയോഗിക്കപ്പെടുന്ന മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, സഞ്ചാരത്തിൻ്റെ മാർഗമാണ് ഈ റോഡ് വേസ് എന്നുള്ളത്. എസ്പെഷ്യലി പ്രത്യേകിച്ചും ഫോർ ഷോർട്ട് ഡിസ്റ്റൻസസ്, കുറഞ്ഞ ദൂരത്തിലുള്ള സഞ്ചാരത്തിനൊക്കെ പൊതുവേ നമ്മൾ റോഡ് വഴിയാണ് സഞ്ചാരത്തിന് ഉപയോഗിക്കാറുള്ളത്, ആ റോഡ്സ്. ദേ ക്യാൻ ബി മെറ്റൽഡ് ഓർ അൺമെറ്റൽഡ്. റോഡുകൾ 2 വിധം, മെറ്റൽഡ് റോഡുകളും അൺമെറ്റൽഡ് റോഡുകളും.
മെറ്റൽഡ് റോഡുകൾ എന്ന് പറഞ്ഞാൽ ടാറിട്ട റോഡുകൾ. അൺമെറ്റൽഡ് പറഞ്ഞാൽ ടാറിടാത്ത സാധാരണ ഗട്ടറുകൾ, മണ്ണിൻ്റെ റോഡുകൾ, അതിനാണ് അൺമെറ്റൽഡ് റോഡ്സ് എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള മാർഗം റെയിൽവേസ് എന്നുള്ള റെയിൽവേ മാർഗ്ഗമാണ്. റെയിൽവേസ് ആർ ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ക്യാൻ ക്യാരി ബൾക്കി മെറ്റീരിയൽസ് ഓവർ എ ലോങ് ഡിസ്റ്റൻസസ്. അപ്പോൾ റെയിൽവേയിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒന്നാമത്തെ പോയിന്റ്, റെയിൽവേസ് ആസ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ്, ഏറ്റവും നന്നായി വേഗതയുള്ള ഒരു മാർഗമാണ് റെയിൽവേസ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ലാൻഡിലൂടെയുള്ള ട്രാൻസ്പോർട്ട്, അതായത് മണ്ണിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന, എയറിലൂടെ അല്ലാതെ അല്ലെ വെള്ളത്തിലൂടെ അല്ലാതെ മണ്ണിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ഇത് നോക്കുമ്പോൾ റോഡിനേക്കാൾ കൂടുതൽ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് റെയിൽവേസ്. ആൻഡ് ക്യാൻ ക്യാരി, അതിന് വഹിക്കാൻ കഴിയും ബൾക്കി മെറ്റീരിയൽസ് ഓവർ എ ലോങ് ഡിസ്റ്റൻസസ്. അപ്പോൾ ഓരോരോ വസ്തുക്കളും ധാരാളം കനമുള്ള വസ്തുക്കളാവട്ടെ, അങ്ങനത്തതൊക്കെ ഒരു ബൾക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഓരോരോ വസ്തുക്കളും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോന്നോരോന്നായിട്ട് എന്നാണ് ബൾക്കി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ വസ്തുക്കളൊക്കെ നമുക്ക് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് റെയിൽവേ കണ്ടവർ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, ചരക്കിൻ്റെ റെയിൽവേ അല്ലേ. അതിൽ ധാരാളം മെറ്റലുകൾ വരെ സഞ്ചരിക്കാറുണ്ട്, സിമെൻറ്റുകൾ, അതുപോലെ തന്നെ എണ്ണയുടെ റെയിൽവേ ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതും, പെട്രോള്, ഡീസൽ, അതൊക്കെ റെയിൽവേ വഴി കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത പോയിന്റ്, ദ റെയിൽവേസ് ക്യാരി പീപ്പിൾ ഓവർ ലോങ് ഡിസ്റ്റൻസസ്. റെയിൽവേ ക്യാരി പീപ്പിൾ, ജനങ്ങളെ വഹിക്കുന്നു, ഓവർ ലോങ് ഡിസ്റ്റൻസസ്, ധാരാളം നീളത്തിലൂടെ ഉള്ള ധാരാളം ഡിസ്റ്റൻസ്, ധാരാളം ദൂരത്തേക്ക് ജനങ്ങളെ അത് കൊണ്ടുപോകുന്നു. കാരിയറിനെ വഹിക്കുന്നു, ക്വിക്കലി, പെട്ടെന്ന് തന്നെ, ആൻഡ് എക്കണോമിക്കലി, സാമ്പത്തികമായിട്ടും. അപ്പോൾ ബസ്സിലൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭമാണ് ട്രെയിനിൽ സഞ്ചരിക്കൽ. ട്രെയിനിലിപ്പോൾ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നത് ദൂരത്തിന് ട്രെയിനിൻ്റെ പൈസ നോക്കുമ്പോൾ ബസ്സിൻ്റെ പൈസ നോക്കുമ്പോഴും ട്രെയിനിൻ്റെ പൈസ ആയിരിക്കും കുറവുണ്ടാവുക. അപ്പോൾ എക്കണോമിക്കലി അതാണ് കൂടുതൽ നമുക്ക് ലാഭകരമായിട്ടുള്ളത്. മാത്രമല്ല, മൂന്നാമത്തെ പോയിന്റ്, ദ ഇൻവെൻഷൻ ഓഫ് ദ സ്റ്റീം എൻജിൻ. സ്റ്റീം എൻജിൻ്റെ കണ്ടെത്തൽ, ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. അപ്പോൾ സ്റ്റീം എൻജിൻ എന്ന് പറഞ്ഞാൽ പുക വഴിയുള്ള എൻജിൻ. ഇപ്പോൾ നമ്മളെ കൽക്കരി കത്തിച്ചുകൊണ്ടായിരുന്നു പണ്ടൊക്കെ ട്രെയിൻ പോയിരുന്നത്. ആദ്യ ട്രെയിൻ അങ്ങനെയാണ് കണ്ടെത്തിയത്. അപ്പോൾ പുകയുടെ ആ സഹായത്തോടു കൂടി അങ്ങനെ സഞ്ചരിക്കുന്ന ട്രെയിനാണ് സ്റ്റീം എൻജിൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു സ്റ്റീം എൻജിൻ കണ്ടെത്തിയത് വഴി ആൻഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, മാത്രമല്ല നമ്മുടെ ഫാക്ടറികൾ അതൊക്കെ കണ്ടെത്തലും, അതുപോലെ തന്നെ ധാരാളം ഫാക്ടറികൾ കണ്ടെത്തുന്നത് വഴി ധാരാളം കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ചെരുപ്പിൻ്റെ ഫാക്ടറി ആണെങ്കിൽ അവിടെ കുറേ ചെരുപ്പുണ്ടാക്കും അല്ലേ. ഓടിൻ്റെ ഫാക്ടറി ആണെങ്കിൽ അവിടെ കുറേ ഓടുണ്ടാക്കും. നമ്മുടെ ഡ്രസ്സിൻ്റെ ഫാക്ടറി ആണെങ്കിൽ കുറേ ഡ്രസ്സ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരില്ലേ, അത് വിൽക്കാനും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പം അതിനൊക്കെ അതൊക്കെ സഹായിച്ചു, അത് സഹായിച്ചു ഇൻ ദ സ്പീഡി ഡെവലപ്മെൻറ്റ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്. റെയിൽവേ ട്രാൻസ്പോർട്ടിൻ്റെ വളരെ വേഗതയിലുള്ള പുരോഗതിക്ക്, ഡെവലപ്മെൻ്റ് ആണ് പുരോഗതി, സ്പീഡി ആണ് വേഗതയിലുള്ള പുരോഗതിക്ക് അത് സഹായിച്ചു. അടുത്ത പോയിന്റ്, നാലാമത്തെ പോയിന്റ്, ഡീസൽ ആൻഡ് ഇലക്ട്രിക് എൻജിൻ ഹാവ് ലാർജ്ലി റീപ്ലേസ്ഡ് ദ സ്റ്റീം എൻജിൻസ്. പണ്ട് കാലത്ത് സ്റ്റീം എൻജിനാണ് ഉപയോഗിച്ചിരുന്നതെന്നുണ്ടെങ്കിലും പിന്നീട് ഡീസലിൻ്റെയും ഇലക്ട്രിക്കിൻ്റെയും എൻജിന് വന്ന് അത് അതിൻ്റെ സ്ഥാനം കീഴടക്കുകയുണ്ടായി. അതാ പറയുന്നത്, ഡീസൽ ആൻഡ് ഇലക്ട്രിക് എൻജിൻ, ഡീസലിൻ്റെയും ഇലക്ട്രിക് പറഞ്ഞാൽ കറണ്ടിൻ്റെ എൻജിനുകൾ ഹാവ് ലാർജ്ലി റീപ്ലേസ്ഡ്, അത് ധാരാളം റീപ്ലേസ്ഡ്, ആ സ്ഥാനത്ത് വന്നു. റീപ്ലേസ്ഡ് പറഞ്ഞാൽ മറ്റേൻ്റെ സ്ഥാനത്ത് വന്നു എന്നർത്ഥം. ഇത് സ്റ്റീം എൻജിൻ്റെ സ്ഥാനത്ത് റീപ്ലേസ് ആയിട്ട് ഇലക്ട്രിക് എൻജിനും ഡീസൽ എൻജിനും പിന്നീട് ധാരാളം വന്നു. ഇപ്പോഴത്തെ കാലത്ത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻസ്, വളരെ വേഗതയിലുള്ള ട്രെയിനുകൾ ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്
ടു മേക്ക് ട്രാവലിംഗ് ഫാസ്റ്റർ. ഇന്ന് പരിചയപ്പെടുത്തപ്പെടുന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര വളരെ വേഗതയിലാവാൻ വേണ്ടിയിട്ട് അത് പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ. അടുത്ത പോയിൻ്റ്, ആറാമത്തെ പോയിൻ്റ്, അവസാന പോയിൻ്റ്, ഇന്ത്യൻ റെയിൽവേസ് നെറ്റ്വർക്ക് ഈസ് ദ ലാർജസ്റ്റ് ഇൻ ഏഷ്യ. നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന രൂപത്തിൽ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം, ഏറ്റവും വലിയ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് പറഞ്ഞാൽ സ്ഥാപനം എന്നർത്ഥം. അതായത് ധാരാളം ജോലിക്കാർ വർക്ക് ചെയ്യുന്ന പരസ്പരം ബന്ധങ്ങളുള്ളതിനാണ് നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കാണ്, അത് പ്രധാന പോയിൻ്റാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് വാട്ടർവേസ്. വാട്ടർവേസ് പറഞ്ഞാൽ വെള്ളത്തിലൂടെയുള്ള സഞ്ചാരം. വാട്ടർവേസ് ആർ ദ ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെ സഞ്ചാരത്തിൻ്റെ ഏറ്റവും ചീപ്പസ്റ്റ് എന്ന വില കുറഞ്ഞ മാർഗമാണ് വാട്ടർവേസ്. ഫോർ ക്യാരിങ് ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസസ്. ഫോർ ക്യാരിങ് ഹെവി, വളരെ കനമുള്ള, ഹെവി എന്നാൽ ഭാരമുള്ള, ആൻഡ് ബൾക്കി ഗുഡ്സ്, ബൾക്കി നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അപ്പോൾ പലതരത്തിലുള്ള ചരക്കുകൾ ഓവർ ലോങ് ഡിസ്റ്റൻസസ്, ധാരാളം ദൂരത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് ഏത്? വാട്ടർവേസ്, വെള്ളത്തിലൂടെയുള്ള സഞ്ചാരം. രണ്ടാമത്തെ പോയിൻ്റ്, ദർ ആർ മെയിൻലി 2 ടൈപ്സ് ഓഫ് റൂട്ട്സ്. പ്രധാനമായിട്ടും വാട്ടർവേസിൻ്റെ രണ്ട് റൂട്ടുകളാണുള്ളത്. ഒന്ന് ഇൻലാൻഡ് വാട്ടർവേസ്, മറ്റൊന്ന് സീ റൂട്ട്സ്. ഇൻലാൻഡ് വാട്ടർവേസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പറഞ്ഞാൽ മറ്റു മനസ്സിലാവും. രണ്ടാമത്തേത് സീ റൂട്ട്സ്, അതായത് കടലിലൂടെയുള്ള സഞ്ചാരം. കടലിലൂടെയുള്ള സഞ്ചാരം. ഇൻലാൻഡ് വാട്ടർവേസ് പറഞ്ഞാൽ കടലിലൂടെ ഉള്ളതല്ലാത്ത സഞ്ചാരം. അതായത് നമ്മുടെ പുഴ, മറ്റ് നമ്മുടെ കായൽ, അങ്ങനെ അതുപോലെ തന്നെ അങ്ങനത്തെ മാർഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലൂടെയുള്ള സഞ്ചാരത്തിനാണ് ഇൻലാൻഡ് വാട്ടർവേസ് എന്ന് പറയുക. മറ്റേ സീ റൂട്ട്സ് പൊതുവെ കപ്പൽ, ബോട്ട് മാത്രമേ പോകാറുള്ളൂ. മറ്റേ ഇൻലാൻഡ് വാട്ടർവേസ് കൂടെ തോണി, അതുപോലത്തെ ചെറിയ ബോട്ടുകൾ, അതൊക്കെയാണ് നമ്മൾ സഞ്ചരിക്കാറുള്ളത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ്, നാവിഗബിൾ റിവേഴ്സ് ആൻഡ് ലേക്സ് ആർ യൂസ്ഡ് ആസ് ഇൻലാൻഡ് വാട്ടർവേസ്. അതെ, ഇൻലാൻഡ് വാട്ടർവേസ് എന്താണെന്ന് പരിചയപ്പെടുത്തുന്നു. നാവിഗബിൾ റിവേഴ്സ്, നമുക്ക് നാവിഗബിൾ പറഞ്ഞാൽ സഞ്ചരിക്കാവുന്ന, വെള്ളത്തിലൂടെ സഞ്ചരിക്കാവുന്ന, റിവേഴ്സ് നദികളും, ആൻഡ് ലേക്സ് തടാകങ്ങളും, ആർ യൂസ്ഡ് ആസ് ഇൻലാൻഡ് വാട്ടർവേസ്, അതാണ് ഇൻലാൻഡ് വാട്ടർവേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സീ റൂട്ട്സ് ആർ കണക്റ്റഡ് ത്രൂ പോർട്സ്. സീ റൂട്ടുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, കടലിലൂടെയുള്ള സഞ്ചാരം. അത് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ത്രൂ പോർട്സ്. പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കപ്പൽ വന്ന് ഇറങ്ങുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിനാണ് പോർട്ട് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ത്രൂ പോർട്ടുകൾ വഴി സീ റൂട്ടുകളൊക്കെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കണക്റ്റഡ് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത നാലാമത്തെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ മാർഗമാണ് എയർവേസ്. അത് പോയിൻ്റ് നോക്കാം. ഒന്നാമത്തെ പോയിൻ്റ്, എയർവേസ് ആർ ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. എയർവേ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്, ഏറ്റവും വേഗതയുള്ള, ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ്, വളരെ ചിലവ് കൂടിയ, എക്സ്പെൻസീവ് പറഞ്ഞാൽ ചിലവ് കൂടിയ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, സഞ്ചാരത്തിൻ്റെ മാർഗം. മോഡ് പറഞ്ഞാൽ മാർഗം. അടുത്ത പോയിൻ്റ്, ഇറ്റ് ഈസ് ദ ഓൺലി മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു റീച്ച് ദ മോസ്റ്റ് റിമോട്ട് ആൻഡ് ഡിസ്റ്റൻറ്റ് ഏരിയാസ്, എസ്പെഷ്യലി വേർ ദർ ആർ നോ റോഡ്സ് ആൻഡ് റെയിൽവേസ്. റോഡുകളും റെയിൽവേകളും ഇല്ലാത്ത സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മാർഗമാണ് എയർവേസ്. ഇപ്പോൾ നമ്മുടെ വലിയ മലക്ക് മുകളിലൊക്കെ എന്തെങ്കിലും കുടുങ്ങി, അല്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും ഗവേഷണം നടത്താനൊക്കെ നമുക്ക് അങ്ങോട്ട് എത്തണമെങ്കിൽ അങ്ങോട്ട് റോഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ട്രെയിൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കെത്താൻ നമ്മുടെ എയർവേസിലൂടെ, നമ്മുടെ വിമാനം വഴി അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വഴി നമ്മൾ സിമ്പിളായിട്ട് ആ സ്ഥലത്തേക്ക് എത്തുന്നു. അല്ലേ, നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. വലിയ മലകളിലൊക്കെ റബ്ബറിനും മറ്റൊക്കെ മരുന്നടിക്കാനൊക്കെ നമ്മൾ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഓൺലി മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്.
അതാണ് ഒരേ ഒരു മാർഗം. ഓൺലി മാത്രം മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ മാർഗം. ടു റീച്ച് ദ മോസ്റ്റ് റിമോട്ട്, ടു റീച്ച് എത്തിച്ചേരാൻ, മോസ്റ്റ് റിമോട്ട് പറഞ്ഞാൽ ആരും എത്താത്ത വിജനമായ സ്ഥലം, ജനങ്ങളൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്തേക്ക്. റിമോട്ട് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം. ആൻഡ് ഡിസ്റ്റൻ്റ് ഏരിയാസ്, വളരെ ദൂരത്തിലുള്ള സ്ഥലത്തേക്കും. എസ്പെഷ്യലി പ്രത്യേകിച്ചും വേർ ദർ ആർ നോ റോഡ്സ് ആൻഡ് റെയിൽവേസ്, റോഡും റെയിൽവേകളും ഇല്ലാത്ത സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമുക്കതുവഴി സാധിക്കുന്നു. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, സം മേജർ എയർപോർട്ട്സ് ഇൻ ദ വേൾഡ് ആർ ഡൽഹി. ലോകത്തെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളാണ് ഡൽഹി, മുംബൈ, ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, ഫ്രാങ്ക്ഫർട്ട് ആൻഡ് കൈറോ. ഇതാണ് ലോകത്തെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ. ഇൻഷാ അല്ലാഹ് ഇതാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ള പാഠഭാഗങ്ങൾ. അവ ശരിക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.